നമസ്കാരം. ഏകദേശം 10-22 വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം ഇപ്പോൾ ഒരു സുഹൃത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സെയിലിംഗ് കമ്പനി ആരംഭിക്കുന്നു. ആദ്യമേ തന്നെ ക്വിസിന്റെ ഉത്തരം അത് ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും നല്ലത്. കാരണം 2-3 ദിവസം പഴയ വിഷയമാണല്ലോ. അത് ആദ്യമേ തന്നെ പറഞ്ഞാൽ അതിന്റെ ഒരു ന്യൂസ് വാല്യൂ ഏറ്റവും ഒടുവിലോട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സെയിലിംഗ് കമന്ററി, വിമാക്ക്, ജനപക്ഷം ഇവരുടെയൊക്കെ സുഹൃത്തായ ശ്രീ റാം എനിക്ക് ഒരു നീണ്ട മെസ്സേജ് അയച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്തുള്ളത് കൊണ്ട് അതിവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മുടെ തുറമുഖം എത്രത്തോളം ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകാരപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കൺസേൺ. Recalling your statement in Aniyara in 2004, where you mentioned that every additional operational day a ship spends deviating from the international shipping lane cost nearly $60,000. അഡീഷണൽ ആയിട്ട് ഒരു ദിവസം ഒരു കപ്പൽ ഓടേണ്ടി വന്നാൽ $60,000 ചെലവ്. ഇത് 2004 കണക്കാണ്. ഇപ്പോൾ അതൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും. ഇത് ജർമ്മനിയിലെ ഒരു ക്യാപ്റ്റൻ മേഴ്സൽ എന്നാണ്. അത് ഞാൻ കാണിക്കാം, അദ്ദേഹത്തിന്റെ ചിത്രമുണ്ട്. ഇത് അണിയറയിൽ 2004 ചെയ്ത അണിയറ ശ്രീ റാം അയച്ചു തന്നുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യം ഇന്ന് എത്രത്തോളം റെലവെന്റ് ആകുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന് ആധാരം. അദ്ദേഹം തന്നെയാണ് ഇത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. സെയിലിംഗ് കമ്പനിയുടെ റിസർച്ച് അല്ല, അദ്ദേഹത്തിന്റെ റിസർച്ച്. ഏകദേശം 350 ബില്യൺ ആണ്, 250 ബില്യൺ, ഏകദേശം 250 ബില്യൺ ആണ് ടെക്സ്റ്റൈൽ രംഗത്തെ ആഗോള കച്ചവടം. ഇതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ അയൽ രാജ്യങ്ങൾ എവിടെ നിൽക്കുന്നു തുടങ്ങിയതാണ്. This cost ultimately gets passed on, impacting every product we buy and every product we sell. ഈ $60,000 ഒരു ദിവസം അഡീഷണൽ ആയിട്ട് വരുന്നത്. ഇതിപ്പോ അഡീഷണൽ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ തന്നെ പറയാം, നമ്മുടെ ഇവിടെ നിന്ന് ഉള്ളിലോട്ടുള്ള ഏത് പോർട്ടല്ല, അദ്ദേഹം ബംഗ്ലാദേശ് പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ടെക്സ്റ്റൈൽ രംഗത്ത് അവരാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ഏകദേശം 30 ബില്യൺ ആണ് അവരുടെ ഒരു വർഷത്തെ ടേൺ ഓവർ. 30 ബില്യൺ, ഏകദേശം $3,000 കോടി. റീസെന്റ് ശ്രീ പീയൂഷ് ഗോയൽ ഹാസ് സ്പോക്കൺ, നമ്മുടെ മന്ത്രി റീസെന്റ് ശ്രീ പീയൂഷ് ഗോയൽ ഹാസ് സ്പോക്കൺ അബൌട്ട് ദ ഗ്രോത്ത് ഓഫ് ബംഗ്ലാദേശ്, particularly highlighting how it has been able to capture nearly 30 billion of textile exports out of a global $250 billion മാർക്കറ്റ്. ആഗോളതലത്തിൽ മൊത്തം ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുന്നത് $250 ബില്യൺ ആണെങ്കിൽ അതിൽ ഏകദേശം 10% എന്ന് പറയാം. 30 ബില്യൺ, നമ്മളെക്കാൾ വളരെ കൂടുതലാണ്. 30 ബില്യൺ ആണ് ബംഗ്ലാദേശിന്റെ പങ്ക്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഈ പുതിയ തുറമുഖത്തിന്റെ സാഹചര്യത്തിൽ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് ഈ കച്ചവടം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ശ്രീ റാം ഉന്നയിക്കുന്ന സംശയവും ചോദ്യവും. 30 കൊല്ലത്തെ തുറമുഖത്തിന് വേണ്ടിയുള്ള യാത്രയിൽ ശ്രീ റാമിന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. This is despite Bangladesh not having direct access to the great Indian Ocean in the way India does. ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ ഇപ്പൊ തൂത്തുക്കുടി ആയാലും TRV ആയാലും കൊച്ചി ആയാലും മംഗലാപുരം ആയാലും ബാക്കിയൊക്കെ താരതമ്യേന ഉള്ളിലാണ്. ഇത്രയും പോർട്ടുകൾ ഇന്ത്യൻ ഓഷ്യന്റെ വാതായനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ് ഒരു കാലത്തും ബംഗ്ലാദേശിന് കിട്ടില്ല. എന്നിട്ടും എങ്ങനെയാണ് അവര് ഈ പറയുന്ന തരത്തിൽ $30 ബില്യൺ ടെക്സ്റ്റൈൽ? അവിടെ ചിലപ്പോൾ ലേബർ കോസ്റ്റ് കുറവായിരിക്കാം, മറ്റു പല ആനുകൂല്യങ്ങളും ഉണ്ടാകും. ഗ്യാസ് അവർക്ക് കൂടുതലുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്, നാച്ചുറൽ ഗ്യാസ്. അപ്പോ ഇതെല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ലോജിസ്റ്റിക് കോസ്റ്റ് കൊണ്ട് നമുക്കതിനെ മാനേജ് ചെയ്താൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ തിരുപ്പൂർ അല്ലെങ്കിൽ നമ്മുടെ സാബു ജേക്കബ്, കിറ്റക്സ് ഇവരുടെയൊക്കെ ഉൽപ്പന്നങ്ങൾ വളരെ വേഗതയിൽ മാർക്കറ്റിലെത്തിച്ച് ലോജിസ്റ്റിക് കോസ്റ്റിലൂടെ
ബംഗ്ലാദേശിന്റെ ഈ അഡ്വാൻറ്റേജിനെ നമുക്ക് മറികടക്കാൻ പറ്റുമോ എന്നുള്ളതാണ് റാം ഉന്നയിക്കുന്ന ചോദ്യം. വാട്ട് റിമൈൻസ് ലാർജ്ലി അൺഅഡ്രസ്ഡ് is the strategic importance of Vizhinjam Seaport, a port that is critical to serving India's textile belts such as Tamil Nadu, Telangana, Maharashtra, Rajasthan and Punjab. ബംഗ്ലാദേശ് ഇത് കൊണ്ടുപോയെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ആ മാർക്കറ്റ് തിരിച്ചു പിടിക്കാൻ ട്രിവാൻഡ്രം തുറമുഖം നമ്മളെ സഹായിക്കും എന്ന് വർഷങ്ങളായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പൊ നടപ്പാക്കിയെടുക്കാൻ പറ്റിയ സന്ദർഭമാണ്. പക്ഷെ ഗേറ്റ് പോലും തുറക്കാതെ ഒരു റോഡ് പോലും കണക്ട് ചെയ്യാതിരിക്കുന്ന പോർട്ടിൽ ആര് പൂച്ചയ്ക്ക് മണികെട്ടും എന്നുള്ളതാണ് $1 million ക്വസ്റ്റ്യൻ. വാട്ട് ഇന്ത്യ ട്രൂലി നീഡ്സ് ആർ വിഷണറീസ് ഹു അണ്ടർസ്റ്റാൻഡ് ദ ഫണ്ടമെന്റൽസ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. നമുക്ക് വേണ്ടത് ഇത്തരം കാര്യങ്ങൾ അറിയാവുന്ന നേതൃത്വമാണ്. നിർഭാഗ്യവശാൽ JNPT ആയാലും മുണ്ട്ര ആയാലും കൊൽക്കത്ത ആയാലും വിശാഖപട്ടണം ആയാലും അവർക്കെല്ലാം അറിയാം, ആ തുറമുഖങ്ങളെ കുറിച്ച് അറിയാം. പക്ഷേ കേരളത്തിലെ ഒരു തുറമുഖം വന്നിട്ട് ഏകദേശം 2 വർഷം അടുക്കാറാകുമ്പോഴും ഏകദേശം 720-730 കപ്പലുകൾ എത്തിയിട്ടും കാര്യമായി ഈ തുറമുഖം ഉപയോഗപ്പെടുത്താൻ കേന്ദ്ര നേതൃത്വം പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് ഉച്ചത്തിൽ പറയേണ്ട വിഷയമാണ്. ഇവിടെ ഇത്രയും കച്ചവടം മറ്റു രാജ്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെ വളരെ വേഗത്തിൽ കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ തുറമുഖം ലോജിസ്റ്റിക് കോസ്റ്റ് കുറച്ചു കൊടുക്കും. എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് റാം ഉന്നയിക്കുന്ന ചോദ്യം. ലീഡേഴ്സ് ഹു ടേക്ക് ടൈംലി സ്ട്രാറ്റജിക് ഡിസിഷൻസ് rather than merely pointing fingers at Bangladesh for achieving $30 billion in textile exports and who instead focus on building competitive markets for India. ബംഗ്ലാദേശിനെ ഇങ്ങനെ കുറ്റമല്ല, ബംഗ്ലാദേശ് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൊതിക്കറിവ് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെന്താണ് മറുമരുന്ന് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് എല്ലാ ആസ്തിയുമുണ്ട്. ഏറ്റവും കൂടുതൽ കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. മെഷീനറി ആയാലും ബാക്കി എല്ലാ കാര്യത്തിലും ഇപ്പോ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറിൽ ഞാൻ മനസ്സിലാക്കുന്നത് 0 നികുതിയിൽ അവിടെ നിന്നുള്ള ഈ മെഷീനറി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. 0 നികുതിയിൽ നമുക്ക് ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നാളിതുവരെ അത് 12% അപ്പൊ ചൈനയ്ക്കും 12%, ഇന്ത്യക്കും 12% എന്നുള്ളിടത്ത് നമുക്ക് ചൈനയുടെ വ്യാപാരം ഏകദേശം 26 ബില്യൺ ആണ്. യൂറോപ്പ് മാർക്കറ്റ് മാത്രം, മൊത്തം യൂറോപ്പ് മാർക്കറ്റ് 63 ബില്യൺ, അതിൽ 26 ബില്യൺ ചൈനയാണ്. വെറും 7.6 ബില്യൺ മാത്രമാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ ചൈനയെ പോലും നമുക്ക് ഇക്കാര്യത്തിൽ ബംഗ്ലാദേശും ചൈനയും ഒറ്റയടിക്ക് ഒരു വെടിക്ക് 2 പക്ഷികൾ എന്ന് പറയുന്നത് പോലെ മേജർ എക്സ്പോർട്ടേഴ്സിനെയൊക്കെ കവച്ചു വെക്കാൻ നമുക്ക് പറ്റുന്ന തരത്തിൽ TRV നമ്മളെ സഹായിക്കും. അത് പഠിക്കുവാൻ ലീഡേഴ്സ് ഹു ടേക്ക് ടൈംലി സ്ട്രാറ്റജിക് ഡിസിഷൻസ് rather than merely pointing fingers at Bangladesh. വെറുതെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവരെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കുള്ള അഡ്വാൻറ്റേജ് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ ഈ പറയുന്ന $250 ബില്യൺ പ്രധാന പങ്ക് ഇന്ത്യക്ക് നേടിയെടുക്കാൻ പറ്റും. തിരുപ്പൂർ ഒന്നാം തരം എക്സാമ്പിളാണ്. TRVക്ക് ആവശ്യത്തിൽ കൂടുതൽ ചരക്ക് തരാൻ തിരുപ്പൂരിന് കഴിയും. വളരെ വേഗത്തിൽ 20 ദിവസം 25 ദിവസത്തിനുള്ളിൽ യൂറോപ്പിലെത്തിക്കാം. കഷ്ടിച്ച് 27-28 ദിവസത്തിനുള്ളിൽ അമേരിക്കൻ മാർക്കറ്റിൽ എത്തിക്കാം. ഇത്രയും ഒരു മികച്ച ഒരു അഡ്വാൻറ്റേജ് ഇന്ത്യക്കുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ബംഗ്ലാദേശിനെ അസൂയപ്പെട്ട് ശിഷ്ടകാലം മുന്നോട്ട് പോകുന്നത്? ഇനി നമുക്ക് നമ്മുടെ ക്യൂസ് ഉത്തരത്തിലോട്ട് വരാം. 2 കപ്പലിന്റെ കഥ തുടർച്ചയായിട്ട് സെയിലിംഗ് കമന്ററി പറയുന്നുണ്ടായിരുന്നു. MSC അലേസ്യ ആൻഡ് സോൾ പയനിയർ. 2025 മാർച്ച് 31 കുറിച്ചിട്ടു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇവിടെ എത്തിയത് 242 കപ്പലുകളാണ്. 242ാമത്തെ കപ്പൽ MSC ചെവൺ ആണ് 242ാമത്തെ കപ്പലായിട്ട് എത്തിയത്. അപ്പോൾ ജൂലൈ മുതൽ മാർച്ച് 2024 ജൂലൈ 2025 മാർച്ച് അന്ന് തന്നെ കുറിച്ചിട്ടു 242 കപ്പലാണെങ്കിൽ അടുത്തത് സാമ്പത്തിക വർഷം 2026 സാമ്പത്തിക വർഷത്തിൽ എത്ര എത്തും? 484. അടിയറ സിമ്പൽ. 100% വളർച്ച. 100%. സാധാരണഗതിയിൽ
ഇത്തരം സാമ്പത്തിക വളർച്ചയൊക്കെ പറയുന്നത് കഷ്ടിച്ച് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ 2%, 3%, 5%, 5 പോകാറില്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അതുപോലുള്ള രാജ്യങ്ങളുടെ കണക്ക് വരുമ്പോൾ ഒരു 7%, 6%. ഇവിടെ 100% വളർച്ചയാണ്. 100%. 242 സ്ഥാനത്ത് ഈ സാമ്പത്തിക വർഷം ജനുവരി പൂർത്തിയാകുന്നതിന് മുമ്പ് 484 കഴിഞ്ഞു. 485, 484 അതിനൊപ്പം എത്തിയത്, റെക്കോർഡിന് 100% എത്തിയത് MSC അലേസ്യ. ആ റെക്കോർഡ് കടത്തിവെട്ടിയത് സോൾ പയനിയർ. അങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു 100% വളർച്ച. ഇതൊരു കാര്യം നമ്മൾ സമ്മതിക്കുന്നു, ജൂലൈ 11 തുടങ്ങിയത്. അപ്പോ ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസത്തെ കുറവുണ്ട്. എന്നാൽ പോലും ഈ മാർച്ച് ആകുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിലും നമ്മൾ 100% വളർച്ചയിലെത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. ശരിയുത്തരം ശ്രീ മനു പറഞ്ഞു. ഒരാൾക്ക് മാത്രമാണ് ഉത്തരം പറയാൻ കഴിഞ്ഞത്. ബാക്കി എല്ലാവരും അവർ ചിന്തിക്കുന്നത് ഈ മാസത്തെ വരുന്ന കപ്പലുകളുടെ എണ്ണവും ആ കപ്പലുകൾ നൽകാവുന്ന കണ്ടെയ്നറുകളുടെ എണ്ണവുമായിട്ട് ചുരുങ്ങിപ്പോയി. ഇത്രയും വലിയ കണക്ക് പലർക്കും സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം തുടക്കം മുതലുള്ള കപ്പലുകൾ, സാമ്പത്തിക വർഷം അവസാനിക്കുന്ന കണക്കുകൾ, ഈ സാമ്പത്തിക വർഷം, അത് സാധാരണഗതിയിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല. സെയിലിംഗ് കമ്മിറ്റി അതൊരു ഒരു ദൗത്യം പോലെ അത്തരം കണക്കുകൾ കൃത്യമായി പഠിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. കാഠിന്യമുള്ള ചോദ്യം ഉന്നയിച്ചതിന് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഉത്തരം പറഞ്ഞ മനുവിനെ 100% അഭിനന്ദിച്ചേ പറ്റൂ.